തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് പല ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളും രാജകൊട്ടാരങ്ങളിൽ നിന്നും മുന്തിയ കാറുകളിൽ നിന്നുമൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് പൊതുജനത്തിനെ പണ്ടെങ്ങോ വോട്ട് വാങ്ങിപ്പോയതിൽ പിന്നെ പലരും പലപ്പോഴും പിന്നെ ഒന്ന് നേരിട്ട് കാണുന്നതും അവരുടെ വിഷമതകൾ അറിയുന്നതും. തെരുവുനായ ശല്യമടക്കം പൊതുജനം നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴും നായയ്ക്ക് സ്തുതി പാടുന്നവർ ഒക്കെ ഇപ്പോൾ വോട്ട് ചോദിച്ചിറങ്ങി നായയുടെ കടി വാങ്ങി കൂട്ടുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയും നായയുടെ ആക്രമണത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഡാലി വാർഡിലെ LDF സ്ഥാനാർത്ഥി രശ്മിക്കാണ് കടിയേറ്റത്. കാലിൽ ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രശ്മിക്ക് കടിയേറ്റിട്ടുണ്ട്. വോട്ട് ചോദിച്ചെത്തിയ വീട്ടിലെ നായയാണ് ആക്രമിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ രശ്മി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രചരണം നിർത്തി വിശ്രമത്തിലാണ്. സമാനമായ മറ്റൊരു സംഭവത്തിൽ ഇക്കഴിഞ്ഞ നവംബർ 15-ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ UDF സ്ഥാനാർത്ഥിക്കും നായയുടെ കടിയേറ്റിരുന്നു. ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ജാൻസി വിജുവിനാണ് അന്ന് കടിയേറ്റത്. പ്രദേശത്തെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് കെട്ടഴിച്ചു വിട്ടിരുന്ന നായ കടിച്ചത്. പ്രവർത്തകരും സ്ഥാനാർത്ഥിയും നായയെ കണ്ട് ഓടിയെങ്കിലും നായ കടിച്ചു. പിന്നാലെ അടിമാലി ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്ത ശേഷം വൈകിട്ടോടെ പ്രചരണത്തിൽ സജീവമായി. പരിക്ക് ഗുരുതരമല്ലായിരുന്നു.